എനിക്ക് ആണുങ്ങളിൽ ഇത്രയും അസൂയ ഉള്ള ഒരാളെ ഞാൻ കാണുന്നത് ഈ അക്ബറിലാണ് കേട്ടോ. ലക്ഷ്മിയുടെയും നെവിന്റെയും കാഴ്ചപ്പാടിൽ അനുമോൾ അവിടെ ഒരു ഗെയിമറേ അല്ല, മറ്റൊന്നുമല്ല. അനുമോളെ അറിഞ്ഞുകൊണ്ട് ചതിച്ചു. ഞാൻ ഇവിടെ വന്നതിൽ പിന്നെയാണ് പി ആർ എന്ന് കേൾക്കാൻ തുടങ്ങിയത് എന്നുള്ളത്. അവിടെയാണ് അനീഷിന്റെ കളി പൊളിയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇതിനെ ചെറ്റത്തരം എന്ന് പറഞ്ഞത്, പരമ ചെറ്റത്തരം എന്ന് തന്നെ ഞാൻ പറയും. ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇന്നത്തെ എപ്പിസോഡ് എല്ലാവരും കണ്ടിരിക്കാം. ഞാൻ എപ്പിസോഡും ലൈവും കൂടെ ചേർത്താണ് കേട്ടോ റിവ്യൂ ചെയ്യുന്നത്. ലൈവിലുള്ളത് കൂടുതലും എപ്പിസോഡിൽ കാണിക്കാറില്ല, പ്രധാന ഭാഗങ്ങൾ മാത്രമേ കാണിക്കാറുള്ളൂ. അതിന്റെ കാര്യങ്ങൾ കൂടി ഞാൻ പറഞ്ഞു പോകുന്നുണ്ട്. രാവിലെ തന്നെ അനീഷുമായിട്ട് ആദിലയുടെ ഒരു വഴക്കാണ് കണ്ടത്. അനീഷിന് വഴക്കുണ്ടാക്കാൻ കിട്ടിയ ഒരു അവസരം, അതിൽ ഷാനവാസ് വന്നിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ. എല്ലാ ദിവസവും രാവിലെ ഒരു കണ്ടന്റ് പിടിക്കണം എന്നുള്ളത് അനീഷിനുള്ളതാണ്. അത് സത്യമാണ്. നമ്മൾ ഈ ബിഗ് ബോസ് ഷോ ആദ്യം മുതലേ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അനീഷ് അങ്ങനെ ഒരു ഇത് ചെയ്യുന്നുണ്ട്. എല്ലാ എപ്പിസോഡിലും രാവിലെ ഒരു കണ്ടന്റ് ഉണ്ടാക്കും. ഇന്ന് അങ്ങനെ ഒരു കണ്ടന്റിന് വേണ്ടി തപ്പി നടന്നപ്പോഴാണ് കൊളോബിനെ കുറിച്ചിട്ട്, എന്ന് വെച്ചാൽ ഈ നിങ്ങൾ ഇടുന്ന ഡ്രസ്സുകളെല്ലാം, അതുപോലെ ആദില, നൂറ അവരെല്ലാം ഇടുന്ന ഡ്രസ്സുകൾ, അല്ലെങ്കിൽ മറ്റുള്ളവർ ഇടുന്ന ഡ്രസ്സുകളെല്ലാം നിങ്ങൾക്ക് കൊളോബ് കിട്ടിയതാണ് എന്ന് പറയുന്നുണ്ട്. അനീഷിന് കൊളോബ് കിട്ടിയതായിരിക്കത്തില്ല. എന്താന്ന് വെച്ചാൽ അനീഷ് ഒരു കോമണറായിട്ട് കയറിയ ആളാണ്. പക്ഷെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവര് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ നല്ല ഫോളോവേഴ്സ് ഒക്കെ ഉള്ള ആൾക്കാരാണ്. അവിടെ വന്ന മിക്ക കണ്ടസ്റ്റൻസും അങ്ങനെയാണ്. അവർക്ക് ഉറപ്പായിട്ടും എല്ലാവരും ഒരുമാതിരിപ്പെട്ടവരെല്ലാം കൊളോബ് അവരുടെ ഡ്രസ്സൊക്കെ കൊടുക്കും. അനീഷിന് ഇന്ന് കിട്ടിയ പിടിവള്ളി എന്ന് വെച്ചാൽ കൊളോബ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ഡ്രസ്സ് കിട്ടുന്നത്, അതുകൊണ്ട് നിങ്ങളൊക്കെ വലിയ ആൾക്കാരാണ്, ഞാൻ വെറും കുറഞ്ഞവനാണ് എന്ന് വെളിയിലേക്ക് അറിയിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. അനീഷിന് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. വന്ന സമയം മുതലേ അനീഷിന് ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവരെല്ലാം വലിയ വലിയ ആൾക്കാരാണ്, സീരിയൽ ആക്ട്രസ് ആണ്, സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് ഫോളോവേഴ്സ് ഉള്ളതാണെന്നൊക്കെ പറഞ്ഞിട്ട് എപ്പോഴും ഇങ്ങനെ പറയുന്നത് കേൾക്കാം. ആദ്യമൊക്കെ നമ്മൾ വിചാരിച്ചിരുന്നു ശരിയാണ്, അനീഷ് പറയുന്നതിൽ കാര്യമുണ്ട്, അനീഷ് ഒരു കോമണർ ആയതുകൊണ്ട് ഇവരെല്ലാവരും അനീഷിനെ ഒഴിവാക്കി നിർത്തുകയാണ് എന്നൊക്കെയാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷെ ഇപ്പൊ പോകെ പോകെ നമ്മൾ മുന്നോട്ട് വരുന്നതോറും നമുക്ക് മനസ്സിലാകുന്നത് അനീഷ് ഇതെല്ലാം ഒരു കണ്ടന്റ് ആക്കുമായിരുന്നു എന്നുള്ളതാണ്. അതാണ് എനിക്കിന്നും മനസ്സിലായത്. അതിനകത്ത് നിന്ന് കൊളോബ് കൊടുക്കുന്നതുകൊണ്ട് എന്താണ് തെറ്റ്? പക്ഷെ അത് വെളിയിലേക്ക് അറിയിക്കുന്നത് ഞാൻ ഒരു പാവപ്പെട്ടവനാണ്, എനിക്ക് ആരും കൊളോബ് തരാനില്ല എന്ന് പറയുന്നുണ്ട്. കൊളോബ് തരാനില്ല എന്ന് വെളിയിലേക്ക് അറിയിക്കുന്നത് പോലെ എനിക്ക് തോന്നി. അതുപോലെ തന്നെ അവിടെ ആദില പറയുന്നുണ്ട്, നിങ്ങൾക്ക് കൊളോബ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി കൊളോബ് കിട്ടുമല്ലോ, ഇനി ഇഷ്ടം പോലെ കൊളോബ് കിട്ടും. ശരിയാണ്. ഇനി അനീഷ് വെളിയിലേക്ക് വന്നു കഴിയുമ്പോൾ അനീഷിന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഒക്കെ നല്ല ഫേമസ് ആണ്, നല്ല ഫേമസ് ആകുകയും ചെയ്യും. പക്ഷെ അനീഷ് തന്നെ ഫേമസ് ആയി, അപ്പൊ പിന്നെ അനീഷിന് കൊളോബ് കിട്ടും. അപ്പൊ അതിനകത്ത് ആദില പറയുന്നത് ന്യായമായിട്ട് എനിക്ക് തോന്നി. ഇങ്ങനെ ആദിലയുമായിട്ടുള്ള വിഷയം, അനീഷും തമ്മിലുള്ള ഈ രാവിലത്തെ വിഷയത്തിന് താഴെ വന്നിട്ട് ഒരുപാട് പേര് കമന്റ് ചെയ്യുന്നുണ്ട്, പലരുടെയും ചാനലിന് താഴെ വന്നിട്ട് എന്തിനാണ് ഷാനവാസ് അവിടെ പോയി ഏറ്റുപിടിച്ചത് എന്ന്. ലക്ഷ്മിയും അവിടെ പറയുന്നുണ്ട് ആദിലയും നൂറയുമായിട്ടുള്ള വിഷയത്തിൽ ഷാനവാസ് പോയി അങ്ങോട്ട് പോയി തലയിട്ട് കൊടുത്തതാണ് എന്ന് പറയുന്നത് ഞാൻ കേട്ടു. ഒരിക്കലും അങ്ങനെയല്ല സംഭവിച്ചത്. അവിടെ അനീഷും ആദിലയും നൂറയും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഷാനവാസ് നടന്നു വരുന്നു. അപ്പോൾ ആദിലയും നൂറയും കൂടെയാണ് ഷാനവാസിനെ വിളിച്ചു വരുത്തിയിട്ട് ഈ കഥ പറഞ്ഞു കൊടുക്കുന്നത്. ഇങ്ങനെയാണ് ഇങ്ങനെ പറഞ്ഞു നടക്കുന്നത്, ഇതെല്ലാം കൊളോബ് കിട്ടിയതാണ്, ഡ്രസ്സുകളെല്ലാം കൊളോബ് കിട്ടിയതാണ്, അതിന്റെ അസൂയാണ് പുള്ളിക്ക് എന്നുള്ള രീതിയിലൊക്കെയാണ് ആദില ഷാനവാസിനെ ധരിപ്പിക്കുന്നത്. അപ്പൊ ഷാനവാസ് പറയുന്നുണ്ട് പുള്ളിയും പി ആർ ഒക്കെ കൊടുത്തിട്ടാണ് വന്നത് എന്ന് പറഞ്ഞിട്ട് പുള്ളി ഈ ട്രിഗർ ചെയ്യുന്നുണ്ട് അനീഷിനെ. ഇപ്പൊ അനീഷിന് മാത്രമേ എല്ലാവരും ട്രിഗർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഷാനവാസ് ട്രിഗർ ചെയ്താൽ അത് ചതിയായി, വഞ്ചനയായി. അതന്നെ എനിക്ക് അതിന്റെ ഒരു ലോജിക്ക് മനസ്സിലാവുന്നില്ല. ഷാനവാസും അവിടെ ഗെയിം കളിക്കാൻ പോയതല്ലേ, അനീഷും അവിടെ ഗെയിം കളിക്കാൻ പോയതാണ്. അപ്പൊ അനീഷ് പറയുന്നതിനെല്ലാം ഓശാന പാടിക്കൊണ്ട് നടക്കണം ഈ ഷാനവാസ്. അപ്പൊ ഷാനവാസ് അവിടെ ഒരു മത്സരാർത്ഥി, ആ ഒരു മത്സരാർത്ഥിയെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നെഗറ്റീവ് ആക്കാനേ നോക്കത്തുള്ളൂ. ആരും അവിടെ എന്നെക്കാൾ മേളിലോട്ട് ഒരാൾ പോകണമെന്ന് വിചാരിക്കത്തില്ല. പറയാ അനീഷും ഷാനവാസും തമ്മിലുള്ള കോംബോ, അനീഷും ഷാനവാസും ചേട്ടനും അനിയനും അങ്ങനൊക്കെ പറഞ്ഞിട്ടൊരു കോംബോ ഒക്കെ ഉണ്ടായി. പക്ഷെ അങ്ങനെ പറഞ്ഞുകൊണ്ട് ഈ അനീഷിനെ ഫുൾ ടൈം സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കണോ, അല്ലെങ്കിൽ തിരിച്ച് അനീഷ് ഷാനവാസിനെ ഫുൾ ടൈം സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കണോ? അതിലെ ലോജിക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും അവിടെ ഷാനവാസ് മാക്സിമം അനീഷിനെ ട്രിഗർ ചെയ്യുന്നുണ്ട്. അനീഷിനോട് പറയുന്നുണ്ട്, നീ നിങ്ങളുടെ അവിടുത്തെ നെൽപ്പാടങ്ങളൊക്കെ വിറ്റിട്ടല്ലേ, നീ പി ആർ കൊടുത്തിട്ടല്ലേ വന്നിരിക്കുന്നത്, കൊളോബ് കിട്ടുന്നത് അതോ ഓരോരുത്തരുടെ ഇതാണ്, അത് നിനക്കും കിട്ടുമെന്നുള്ള രീതിയിൽ അവിടെ സംസാരം നടക്കുന്നുണ്ട്. എന്നിട്ട് പി ആറിന്റെ കാര്യം പറയുന്നുണ്ട്, നിനക്ക് പി ആർ ഉണ്ട്, നീ നല്ല പി ആർ കൊടുത്തിട്ടാണ് വന്നത്, പി ആർ പറഞ്ഞതുപോലെ തന്നെയാണ് നീ ഇവിടെ അഭിനയിച്ച് കാണിക്കുകയാണ്, നിന്റെ റിയൽ ഇതല്ല, നിന്റെ പല സംഭവങ്ങളും ഞാൻ പൊളിച്ചു കഴിഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം നടക്കുന്ന ഒരു കാര്യം എന്നെ ഭയങ്കരമായിട്ട് ചിന്തിപ്പിച്ച ഒരു കാര്യമാണ്. അനീഷ് പോയിട്ട് ക്യാമറയുടെ മുന്നിൽ വന്നിട്ട് പറയുന്നുണ്ട്, എന്റെ നെൽപ്പാടങ്ങളൊന്നും ഞാൻ വിറ്റിട്ടില്ല ബിഗ് ബോസ്, ഞാനാണെങ്കിൽ എന്റെ നെൽപ്പാടം ഞാൻ എത്ര കഷ്ടപ്പെട്ടാണെന്ന് പറഞ്ഞാലും ഞാൻ അതുകൊണ്ടാണ് ജീവിക്കുന്നത്, ഞാൻ ഒരിക്കലും എന്ത് പ്രതിസന്ധി വന്നാലും ഞാനത് വിൽക്കില്ല, ഈ പി ആർ എന്താണെന്ന് പോലും എനിക്കറിയില്ല, ഞാൻ ഇവിടെ വന്നതിൽ പിന്നെയാണ് പി ആർ എന്ന് കേൾക്കാൻ തുടങ്ങിയത് എന്നുള്ളത്. അവിടെയാണ് അനീഷിന്റെ കളി പൊളിയുന്നത്.
കാരണം ഞാനിത് പറയുമ്പം എന്നെ ഇപ്പം വേറെ ആൾക്കാരുടെ ഒക്കെ PR ആക്കും. പക്ഷെ ഞാൻ കണ്ടതേ പറയത്തുള്ളൂ. ഞാൻ നേരത്തെ എന്റെ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവിടെ ഞാൻ ആരുടെയും PR എടുത്തിട്ടുമില്ല, എനിക്ക് ഒരാളെയും PR എടുക്കേണ്ട ആവശ്യമില്ല, എനിക്ക് ഒരാളെയും താങ്ങേണ്ട ആവശ്യമില്ല. ഇത് ഞാൻ എന്റെ അഭിപ്രായമായിട്ടാണ് പറയുന്നത്. ഓക്കെ, അതിന്റെ പേരിൽ എന്നെ PR ആക്കിയാലും കുഴപ്പമില്ല. പക്ഷെ ഞാൻ പറയും, ഇപ്പൊ അനീഷിനെ പൊക്കി പറഞ്ഞാൽ മാത്രമേ അനീഷിനെ പൊക്കി പറയണം, അല്ലെങ്കിൽ അനുമോളെ പൊക്കി പറയണം, ബാക്കിയുള്ളവരെയൊക്കെ പൊക്കി പൊക്കി പറഞ്ഞാൽ മാത്രമേ എനിക്ക് സപ്പോർട്ട് ഉണ്ടാവൂ, അല്ലെങ്കിൽ എന്റെ വീഡിയോസ് ആരും കാണുമെന്നുള്ള ഇത് ഭയമൊന്നും എനിക്കില്ല. ഓക്കെ, എന്റെ വീഡിയോസ് കാണുന്നവർ അത്രയും കണ്ടാൽ മതി. പക്ഷെ എനിക്ക് പറയാനുള്ളത്, എനിക്ക് എന്റെ മൈൻഡിൽ എനിക്ക് എങ്ങനെയാണോ അത് സ്ട്രൈക്ക് ചെയ്തത് അതേ ഞാൻ പറയത്തുള്ളൂ. അതിൽ അനീഷ് പറഞ്ഞതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എനിക്ക് PR എന്താണെന്ന് അറിയത്തില്ല എന്നാണ് പറയുന്നത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, 5 വർഷമായി ബിഗ് ബോസിലേക്ക് വരാൻ വേണ്ടി ലീവ് എടുത്ത് ഇതിനു വേണ്ടി ശ്രമിച്ചു കൊണ്ടിരുന്ന ഒരാളാണ്. ആ 5 വർഷവും എല്ലാ സീസണും കണ്ട ആളാണ്. ആ ആളാണ് പറയുന്നത് എനിക്ക് PR എന്താണെന്ന് പോലും അറിയില്ല എന്നുള്ളത്. നിങ്ങൾ വിശ്വസിക്കുമോ ഇല്ലയോ? നിങ്ങൾ അതിനെ എങ്ങനെ ന്യായീകരിക്കുന്നു? നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? PR എന്നുള്ള സംഭവം അകത്ത് വന്നിട്ടാണ് ഈ പറയുന്ന അനീഷ് അറിയുന്നത് എന്നുള്ളത്. ഇതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. അനീഷ് അവിടെ പൊളിഞ്ഞു കഴിഞ്ഞു. അതുപോലെ തന്നെ അനീഷിന്റെ ഗെയിം, പഴയ ആ ഗെയിം തന്നെയാണ് അനീഷ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കയ്യും കെട്ടി നിൽക്കുക, അല്ലെങ്കിൽ പിന്നെ ഒരു റിപ്പീറ്റേഷൻ ഒഴിവാക്കിയിട്ടുണ്ട്, റിപ്പീറ്റ് പറയുന്നത്. പക്ഷെ ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. ആരെങ്കിലും ഒരു തമാശ പറഞ്ഞാൽ ചിരിക്കില്ല, ഞാൻ ഇങ്ങനെ തന്നെ നിൽക്കത്തുള്ളൂ. ഇന്ന് മോർണിംഗ് ടാസ്കിൽ അത് നല്ല രസം ഉണ്ടായിരുന്നു. അവര് ഓരോരുത്തരെ കുറിച്ച് അഭിപ്രായം പറയുന്നത്, BBTV അവര് അത് ഒരു ഫണ്ണായിട്ട് കാണാം, അല്ലെങ്കിൽ നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കാം, എന്തും ചെയ്യാം. പക്ഷെ അത് ചിരിക്കാനുള്ള ഒരുപാട് വകകൾ ഉണ്ടായിരുന്നു. അപ്പോഴും ഞാൻ നോക്കിയപ്പോ ഇങ്ങനെ ഇരിക്കുക അനീഷ്, ഒരേ ഒരു ഇരുത്തം. ചിലർക്ക് ഇതെല്ലാം കാണുമ്പോൾ വലുതായിട്ട് ഡ്രാമയായിട്ട് തന്നെ തോന്നും. ഈ ഡ്രാമയായിട്ട് തോന്നുന്നവരെ നമ്മൾ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഓക്കെ, അപ്പൊ എനിക്ക് പറയാനുള്ളത്, 5 വർഷമായിട്ട് ലീവ് എടുത്ത് ഇതിനെക്കുറിച്ച് പഠിച്ച്, അല്ലെങ്കിൽ ഇതിനെ ബിഗ് ബോസിലേക്ക് വരണമെന്ന് പറഞ്ഞ് പ്രയത്നിച്ച ഒരാള് എങ്ങനെയാണ് PR എന്ന വാക്കിനെ അറിയാതിരിക്കുന്നത്? PSC പഠിച്ച് എഴുതി ഈ പറയുന്ന ജോലി വാങ്ങിച്ച ഒരാളാണ് അനീഷ്. PR അറിയത്തില്ല, PR ഫുൾ ഫോം അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ കുറെ ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ അതിനുശേഷം ഇന്ന് നടന്നത് ടാസ്ക് ആണ്. മാരത്തോൺ ടാസ്ക് ഇന്ന് കണ്ടിന്യൂ ചെയ്തു. ആ കണ്ടിന്യൂ ചെയ്തതിൽ എനിക്കിന്ന് സ്ട്രൈക്കായ കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, അനുമോള് ഇന്നലത്തെ പോലെ തന്നെ പെർഫോമൻസ് ചെയ്തുകൊണ്ട് വന്നു. അനുമോൾ ഇന്നും ആ ക്യാരക്ടറിൽ തന്നെ നിന്നു. ഇന്നലെയും അതേ ക്യാരക്ടറിൽ തന്നെയാണ് നിന്നത്. ആര്യൻ ഇന്നലെ അതേ ക്യാരക്ടറിലാണ് നിന്നത്. പക്ഷെ ഇന്ന് അത്രയും ക്യാരക്ടറിലേക്ക് നിന്നില്ല എന്ന് എനിക്ക് പറയാനുള്ളൂ. ഒരുപാട് പേര് പറയുന്നുണ്ട് അത് ഫുള്ളായിട്ട് അവർ നോക്കിയിട്ടായിരിക്കും അവർ വീഡിയോ ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ ആര്യൻ നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു എന്നുള്ളത്. ആര്യൻ നല്ല പെർഫോമൻസ് ആയിരുന്നു, എനിക്കതിനകത്ത് യാതൊരു തർക്കവും ഇല്ല. അതുപോലെ സാബുമാൻ, അതിനകത്ത് ഏറ്റവും നല്ല പെർഫോമൻസ്. എല്ലാവരും ഇപ്പം സോഷ്യൽ മീഡിയയിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംസാരിക്കുന്നുണ്ട്, അനുമോളാണ്, ആര്യനാണ്. ഇപ്പൊ ആര്യന് കോയിൻ കിട്ടിയത് കൊണ്ട് ആര്യനാണോ അനുമോളാണോ എന്നൊക്കെ ചർച്ച വരുന്നുണ്ട്. പക്ഷെ ആ ചർച്ചയിൽ എനിക്ക് പറയാനുള്ളത്, എനിക്ക് ഇഷ്ടപ്പെട്ടത് ആ ക്യാരക്ടർ ഒരു സമയത്ത് പോലും വിടാതെ കളിച്ചത് സാബുമാനാണ്. ഒരു നിമിഷം പോലും വിടാതെ കളിച്ചത് സാബുമാനാണ്. അതുപോലെ ആര്യന്റെ പെർഫോമൻസ് പറയുന്നവരുണ്ട്, ആര്യൻ ഒരു ആണാണ്, ഒരു പെൺവേഷം കെട്ടി അഭിനയിക്കുമ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ടാവും. പക്ഷെ അത് കൃത്യമായിട്ട് ആര്യൻ അത് ചെയ്തു എന്നുള്ളത് കറക്റ്റ് ആയ കാര്യമാണ്. ആര്യൻ ആ ഒരു ഇതിലെ തന്നെ നിന്ന്, ആ ഒരു ബോഡി ലാംഗ്വേജ് ഒക്കെ നമുക്ക് ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാവും, ഒരു മായാമോഹിനിയായിട്ട് തന്നെ നിന്നു. അതിനേക്കാൾ ചലഞ്ചിങ് ആയ ഒരു സംഭവമായിരുന്നു സാബുമോന് കൊടുത്തിരുന്നത്, എന്നുവെച്ചാൽ പട്ടണത്തിൽ ഭൂതം. അതിന്റെ ആ സൗണ്ട് 2 ദിവസമായിട്ട് കണ്ടിന്യൂ ആ സൗണ്ട് വിടാതെ ആ പെർഫോമൻസിൽ നിന്നത് സാബുമാനായിരുന്നു. എനിക്ക് എന്തായാലും സാബുമാന് കോയിൻ കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷമായേനെ. എന്തായാലും ഇപ്പൊ ആര്യന് കിട്ടി. അപ്പൊ അതിന് ആര്യനെ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. അനുമോൾക്കും കിട്ടാൻ, ആര്യനും കിട്ടണം, സാബുമോനും കിട്ടണം. ഈ 3 പേരിൽ ആർക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ ഞാൻ സന്തോഷവാനാണ്. എന്തായാലും ആര്യന് കിട്ടി. ഓക്കെ, അതിനകത്ത് ഇപ്പം അനുമോളാണോ ബെറ്റർ, ആര്യനാണോ ബെറ്റർ, സാബുമോനാണോ ബെറ്റർ എന്ന് നോക്കിയാൽ അത് 3 പേരും സെയിം തന്നെയാണ്. അത് മിസ്റ്റേക്കുകളൊന്നുമില്ല. പക്ഷെ ഇവിടെ ഒരു ചതി നടന്നു. മറ്റൊന്നുമല്ല, അനുമോളെ അറിഞ്ഞുകൊണ്ട് ചതിച്ചു. അത് നമുക്ക് എല്ലാവർക്കും കാണുന്ന ഈ എപ്പിസോഡ് കണ്ടവർക്ക് മനസ്സിലാവും. കൂടുതലും ഈ ലൈവ് കണ്ടവർക്കായിരിക്കും അത് മനസ്സിലാവുന്നത്. കാരണം അവിടെ കോയിൻ കൊടുക്കുന്ന സമയത്ത് അനുമോൾക്ക് കൂടുതൽ കോയിൻ വന്നപ്പോഴത്തേക്ക് അവിടെ അക്ബറും ഈ പറഞ്ഞ നെവിനും കൂടി ചെറ്റത്തരം കാണിച്ചു. അതിന് ഞാൻ ചെറ്റത്തരം എന്ന് തന്നെ പറയും. കാരണം ഈ കോയിൻ കൊടുത്തതിന് ശേഷം, ആര്യന് കൂടുതൽ കോയിൻ കൊടുത്തതിന് ശേഷം ഇവർ തമ്മിൽ കോൺവെർസേഷൻ നടക്കുന്നുണ്ട്, അക്ബറും നെവിനും ഒക്കെ തമ്മിൽ. അതുപോലെ നെവിൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതിനെ ചെറ്റത്തരം എന്ന് പറഞ്ഞത്. പരമ ചെറ്റത്തരം എന്ന് തന്നെ ഞാൻ പറയും. കൂടുതൽ പേർക്ക് പറയുന്നവർക്ക് പറയാം, അവർ ഗെയിം ചേഞ്ചിങ് അല്ലായിരുന്നു. അതെന്തോന്ന് ഗെയിം ചേഞ്ചിങ്? അതാണ് പറയുന്നത്, ഒരാളോടുള്ള പേഴ്സണൽ ദേഷ്യം എടുത്ത് വെച്ച് ആ ആള് എത്ര നല്ല പോലെ പെർഫോം ചെയ്താലും ഞാൻ കൊടുക്കില്ല, മുന്നോട്ട് വരരുത് എന്നുള്ള ഒരു കൺസെപ്റ്റ്. എനിക്ക് അങ്ങനെയാണ് ആ നെവിന്റെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. എന്തായാലും അവിടെ ആര്യന് കൂടുതൽ കോയിൻ കിട്ടി.
സൂപ്പർ പവർ കിട്ടി എന്ന് പറയുന്നത്. എന്ത് പവർ കിട്ടി എന്ന് പറഞ്ഞാലും ആര്യൻ എന്തായാലും കുറച്ചുകൂടെ മുന്നോട്ട് നല്ല രീതിയിൽ പോകുന്ന ആളാണ്. ഏത് പവർ കിട്ടിയാലും ഓക്കെ. അതുപോലെ തന്നെ അനുമോൾക്ക് ഈ പവറിന്റെ ഒന്നും ആവശ്യമില്ല. അനുമോൾ ടോപ്പ് 5 വരുമെന്നുള്ള കണ്ണടച്ചുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും. ടോപ്പ് 5 വരുന്ന ഒരു മത്സരാർത്ഥിയാണ്. എന്ത് പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇന്നത്തെ ആ പെർഫോമൻസ് ഒക്കെ അടിപൊളിയായിരുന്നു. അനുമോള് ആ ഒരു രേവതിയുടെ ക്യാരക്ടർ അടിപൊളിയായിട്ട് ചെയ്തു. അതിന്റെ ഇടയ്ക്ക് എല്ലാവരും പറഞ്ഞിട്ട് കാവ്യമാധവൻ കയറി വരുന്നുണ്ട് എന്നൊക്കെ ഉള്ളത് കിലുക്കവും കിലുകിലുക്കവും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു അനുമോളെ നമുക്ക് കാണാൻ കഴിഞ്ഞു. എങ്ങനെയാണെന്ന് പറഞ്ഞാലും അനുമോള് സൂപ്പർ ആയിരുന്നു, അടിപൊളിയായിരുന്നു. അതുപോലെ തന്നെ ആര്യനും നല്ലതായിരുന്നു. സാബുമാൻ ബെസ്റ്റ് ആയിരുന്നു. ഞാൻ ഇങ്ങനെ പറയത്തുള്ളൂ. എന്ന് വെച്ചാൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ 3 പേരുടെയും പെർഫോമൻസ് എനിക്ക് വളരെ വളരെ ഇഷ്ടപ്പെട്ടതാണ്. അപ്പോൾ ഈ കോയിൻ എല്ലാം കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം അനുമോളും നിവിനും തമ്മിൽ ഒരു കോൺവെർസേഷൻ നടക്കുന്നുണ്ട്. അപ്പൊ അനുമോൾക്ക് സങ്കടമായി, ഞാൻ ഇത്രയും കടന്നൊക്കെ ചെയ്തിട്ടും എന്നെ ആരും മൈൻഡ് ചെയ്തില്ല, എന്നെ അറിഞ്ഞുകൊണ്ട് തന്നെ എന്നെ ചതിച്ചതാണ് ഇവർ ആ കോയിൻ തരാതിരുന്നത് എന്നുള്ളത് അനുമോൾക്ക് മനസ്സിലായി. അനുമോൾക്ക് അത് വിഷമം ഉണ്ടാക്കി. അനുമോളും നിവിനും തമ്മിൽ സംസാരം ഉണ്ടാകുന്നുണ്ട്. പക്ഷെ നിവിൻ അവിടെ അപ്പോൾ ഒരു വാക്ക് പറയുന്നുണ്ട്, നിനക്ക് കോയിൻ തരാൻ എനിക്ക് സൗകര്യമില്ലായിരുന്നു, നീ മുന്നോട്ട് വരുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്നുള്ളത്. അതിനുശേഷം ബാത്റൂമിൽ പോയിരുന്നുണ്ട് നിവിനും അക്ബറും പറഞ്ഞ ആര്യനും കൂടെ സംസാരിക്കുന്നുണ്ട്. പക്ഷെ ആര്യൻ അവിടെ ഒന്നും പറയുന്നില്ല കേട്ടോ ഇതിനെക്കുറിച്ച്. ആര്യനോട് സംസാരിക്കുമ്പോൾ ആര്യൻ പറയുന്നുണ്ട് ഓക്കെ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്, ആർക്ക് കൊടുക്കണം കൊടുക്കണ്ട എന്നുള്ളതെന്നൊക്കെ. അവിടെ നിവിൻ അപ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്, അനുമോളെ ഒരു കാരണവശാലും ഞാൻ മുന്നോട്ട് വരാൻ സമ്മതിക്കില്ല. ഭയങ്കരമായിട്ട് പേഴ്സണലായിട്ട് ഭയങ്കരമായിട്ട് എടുത്തു വെച്ചിരിക്കുകയാണ് ഈ മനസ്സിൽ അനുമോളുള്ള ദേഷ്യം. അപ്പൊ അവിടെ അക്ബറിനോട് സംസാരിക്കുമ്പോഴേക്കും പറയുന്നുണ്ട്, ഞാൻ ഇവളെ ഒരു കാരണവശാലും മുന്നോട്ട് കൊണ്ടുവരാൻ ഞാൻ സമ്മതിക്കത്തില്ല, ഞാൻ അതിന് എന്ത് പണി വേണേലും ചെയ്യും, ഇവൾ എന്ത് നല്ലപോലെ പെർഫോം ചെയ്താലും എന്തൊക്കെ കാണിച്ചെന്ന് പറഞ്ഞാലും ഇവൾ നെഗറ്റീവ് ആക്കിക്കൊണ്ടേ ഇരിക്കും എന്നുള്ള രീതിയിൽ അവിടെ നെവിൻ സംസാരിക്കുന്നുണ്ട്. അപ്പൊ നെവിന്റെ ഒരു ക്യാരക്ടർ നമുക്ക് പെട്ടെന്ന് പിടികിട്ടും. ഭയങ്കരമായിട്ട് വിദ്വേഷം മനസ്സിൽ വെച്ച് പെരുമാറുന്ന ഒരാളാണ് എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ആ ബോട്ടിൽ ടാസ്കിൽ നെവിൻ പോയിട്ട് ഒന്നും ചെയ്തില്ലല്ലോ, ഒന്നും ചെയ്യാതെ പോയിട്ട് അവിടെ ഇരുന്നു, ഞാനൊന്നും ചെയ്യത്തില്ല എന്നുവെച്ചാൽ നെവിന്റെ ഇഷ്ടം പോലെ ഗെയിം കളിക്കുന്നു. ബിഗ് ബോസ് അതിന് ഓശാന പാടിയതായിട്ടാണ് എനിക്ക് തോന്നിയത്. അത് ലാലേട്ടൻ വന്നിട്ട് പോലും ഒന്നും പറഞ്ഞില്ല നെവിനെ. എന്തിനാണ് നിങ്ങൾ കളിയിൽ നിന്ന് മാറി നിന്നത്, മാറി നിൽക്കുന്നത് ശരിയാണോ എന്ന് ചോദിച്ചു തലോടി വിട്ട പോലെ എനിക്ക് തോന്നി. അത് ഇവനിപ്പോൾ ഒരു ഇതാക്കി എടുത്തിരിക്കുകയാണ്. പിന്നെ അതുപോലെ നെവിന് ഒരു വിചാരമുണ്ട്, വെളിയിൽ നെവിന് ഭയങ്കര സപ്പോർട്ടാണെന്നൊക്കെ ഉള്ളത്. ആദ്യമൊക്കെ നല്ല സപ്പോർട്ടൊക്കെ ആയിരുന്നു, ഇപ്പൊ അതൊന്നും ഇല്ല. എന്റെ ഒരു കാഴ്ചപ്പാടിൽ നെവിൻ 2 ആഴ്ച കൂടുതൽ ഇനി നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നുവെച്ചാൽ അത്രയും സപ്പോർട്ടൊന്നും ഇല്ല. കണ്ടത് തന്നെ ആൾക്കാർ കണ്ടുകൊണ്ടിരുന്നു, അവർക്ക് മടുത്തു തുടങ്ങി പലരും. എന്നുവെച്ചാൽ നെവിൻ അത്രയും വലിയ കണ്ടന്റ് ഒന്നും അവിടെ തരുന്നില്ല. അപ്പൊ എന്തായാലും ഈ കാണിച്ചത് പരമ ചെറ്റത്തരമാണെന്ന് എനിക്ക് തോന്നി. ഈ പറയുന്ന അനുമോൾ തന്നെയാണ് മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അനുമോൾക്ക് ഇവരോട് ആരോടും അങ്ങനെ വിദ്വേഷമോ വൈരാഗ്യമോ ഒന്നും അങ്ങനെ മനസ്സിൽ സൂക്ഷിക്കത്തില്ല. ഒരു ടാസ്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ആ ടാസ്കിന് ഇപ്പം ഈ ടാസ്കിന് തന്നെ എല്ലാവരും മേക്കപ്പ് ചെയ്യാനും അവർക്ക് ഡ്രസ്സിങ് ചെയ്യാനും എല്ലാം അവരുടെ കൂടെ നടന്ന് എല്ലാം ചെയ്തു കൊടുത്തത് ഈ നെവിൻ ഉൾപ്പെടെ അക്ബറിന് ഉൾപ്പെടെ എല്ലാവർക്കും മേക്കപ്പ് ചെയ്ത് എല്ലാം പെർഫെക്റ്റ് ആക്കി കൊടുത്തത് ഈ അനുമോളാണ്. എന്നിട്ടാണ് ഇവരെല്ലാം കൂടെ ഈ ചതി അനുമോളോട് ചെയ്തത്. പക്ഷേ ഇവർ പ്ലാൻ ചെയ്താണ് അത് ചെയ്തത്. അതുകൊണ്ടാണ് ഞാൻ ഇതിനെ ചെറ്റത്തരം എന്ന് പറഞ്ഞത്. ഈ അക്ബറും നെവിനും കൂടെ വെൽ പ്ലാനിങ്ങിലൂടെ ചെയ്ത കാര്യങ്ങളാണ്. പിന്നെ അക്ബർ പിന്നെ നമുക്കറിയാം, അക്ബർ പിന്നെ അങ്ങനെ ചെയ്യത്തുള്ളൂ. പക്ഷെ നെവിന്റെ ഭാഗത്ത് നിന്നും ഇങ്ങനെ ഒരു അറ്റാക്ക് ഞാൻ പ്രതീക്ഷിച്ചില്ല. പല ടാസ്കുകളിലും പല ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ നെവിൻ കറക്റ്റായിട്ട് തീരുമാനങ്ങൾ എടുക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒരു വിദ്വേഷം മനസ്സിൽ വെച്ചുകൊണ്ട് പെരുമാറുന്നതായിട്ട് തോന്നി. പിന്നെയാണ് ഞാൻ അതിനെ വിദ്വേഷം എന്താണ് ഉണ്ടാകാൻ കാരണമെന്ന് ഞാൻ ചിന്തിച്ചത്. കാരണം മറ്റൊന്നുമല്ല, ഈ പറയുന്ന ലക്ഷ്മി അത്യാവശ്യം വിഷമൊക്കെ കുത്തിവെച്ചിട്ടുണ്ട് നെവിനില് അനുമോളെ കുറിച്ച്. കാരണം ലക്ഷ്മിയുടെയും നെവിന്റെയും കാഴ്ചപ്പാടിൽ അനുമോൾ അവിടെ ഒരു ഗെയിമറേ അല്ല. അനുമോൾ ഒരു ഗെയിമും കളിക്കുന്നില്ല. അതിന് ലക്ഷ്മി പറയുന്നത് കേൾക്കണം. ലക്ഷ്മി പറയുന്നത് ഒന്നും ചെയ്യത്തില്ല, ഒന്നും ചെയ്യുന്നില്ല, ചുമ്മാ ഇവിടെ നിൽക്കുക, ഒരു ഗെയിമും കളിക്കുന്നില്ലെന്ന്. ഈ പറഞ്ഞ ലക്ഷ്മി എന്തുവാ ഗെയിം കളിക്കുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇതൊക്കെ ഈ പ്രേക്ഷകരെന്ന് പറയുന്നത് നമ്മൾ വെളിയിരുന്ന് കാണുന്നുണ്ടെന്നുള്ള വിചാരം ഇവർക്ക് അകത്ത് കഴിയുമ്പോൾ ഇതെല്ലാം പോവുകയാണ്. എന്തോ അതാണ് ലോകം, അത് അവരുടെ ലോകമായി പോയി. അവിടെ അവർ ചെയ്യുന്നതാണ് ശരി എന്നുള്ളതാണ്. പക്ഷെ വെളിയിൽ നിന്ന് ഇരിക്കുന്ന നമ്മളാണ് ഇത് തീരുമാനിക്കുന്നത്. അകത്താര് നിൽക്കണം, പുറത്താര് നിൽക്കണം, അല്ലെങ്കിൽ അവർ ചെയ്തത് ശരിയാണോ എന്നൊക്കെ തീരുമാനിക്കുന്ന പ്രേക്ഷകരാണ് വെളിയിലുള്ളവർ. ഇത് ഇവർ പല സമയത്തും മറന്നു പോകുന്നതായിട്ട് എനിക്ക് തോന്നി. ഒരാൾ ഇപ്പം കറക്റ്റ് ആയിട്ട് ഇപ്പൊ ഈ സാഹചര്യത്തിൽ അവിടെ നെവിനും അക്ബറും കൂടി ഒരു ചതി ഇല്ലാതെ, അല്ലെങ്കിൽ അവർ കൊടുത്തു. പക്ഷെ അവര് വെളിയിൽ വന്നിട്ട് ഇങ്ങനെ ഒരു ടോക്ക് ഉണ്ടാകുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി അനുമോളെ ചതിക്കുമായിരുന്നു എന്നുള്ളത്. അപ്പൊ അങ്ങനെ ഒരു ചതിയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരല്ല മലയാളികൾ. ഉറപ്പായിട്ടും കൂടെ നിന്ന് ചതിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതും ഇത്രയും മാത്രം അവർക്ക് വേണ്ടി ഈ ടാസ്കിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുത്ത ആളും കൂടിയാണ്. അതുപോലെ തന്നെ നല്ല പെർഫോമൻസ് ആയിരുന്നു. ഞാൻ നോക്കിയിട്ട് ആ ഒരു ക്യാരക്ടർ വിട്ട് വെളിയിലേക്ക് പോയിട്ടില്ലായിരുന്നു. ടാസ്കിന്റെ സമയത്ത് അനുമോൾ കൃത്യമായിട്ട് ആ ക്യാരക്ടറിൽ തന്നെ നിന്നായിരുന്നു കളിച്ചുകൊണ്ടിരുന്നത്. അത് നമുക്ക് കണ്ണു അടച്ച് പറയാൻ പറ്റും. അതുപോലെ തന്നെ ആര്യന്, സാബുമാൻ, ഇവരെ ഒന്നും നമ്മൾ മാറ്റി പറയുന്നില്ല. പക്ഷെ ഈ തെണ്ടിത്തരം എന്നൊക്കെ പറയുന്നത് കാണിച്ചത് ഈ പറഞ്ഞ നെവിനും അക്ബറുമായിട്ട് എനിക്ക് തോന്നി. അക്ബറും കൂടിയാണ് ഈ പരിപാടി കാണിച്ചത്. അക്ബറിന് നേരത്തെ ഈ പരിപാടിയുണ്ട്.
പക്ഷെ നെവിനിൽ നിന്നും ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. പക്ഷെ നെവിനെ വിഷം കുത്തി കൊടുത്തത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലക്ഷ്മി തന്നെയാണ്. ലക്ഷ്മി ഇപ്പൊ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ലക്ഷ്മി അവിടുത്തെ ഒരു വലിയ ഗെയിമർ ആണെന്നാണ്. തമ്പുരാട്ടി തമ്പുരാട്ടി എന്നാണ് ഷാനവാസ് വിളിക്കുന്നത്. അത് ഒരു അർത്ഥം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഇന്ന് നിങ്ങൾ എപ്പിസോഡിലും കണ്ടു കാണും, അനീഷിനോട് സംസാരിക്കുന്നതും ഷാനവാസിനോട് സംസാരിക്കുന്നതും ആര്യനോട് സംസാരിക്കുന്നതും ലൈവ് കണ്ടവർക്ക് മനസ്സിലായി കാണും. ഞാനെന്തോ പവർഫുൾ, ഞാനാണ് ബിഗ് ബോസ്, ഞാനാണ് പവർഫുൾ, അത് ചെയ്യൂ ഇത് ചെയ്യൂ നിങ്ങൾ അത് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ആജ്ഞാപിക്കുന്ന ഒരു സ്വരം എനിക്ക് തോന്നുന്നു. ആജ്ഞാപിക്കുന്ന ഒരു സ്വരം എനിക്ക് അതിൽ നിന്ന് മനസ്സിലായി. എന്താ വെച്ചാൽ ലക്ഷ്മി എന്തോ ആയിപ്പോയെന്നുള്ളൊരു വിചാരമുണ്ട്. പക്ഷെ ഞാൻ വെളിയിൽ നിന്ന് നമ്മൾ അറിയുന്നതനുസരിച്ച് ബിഗ് ബോസിന്റെ ഒരു പ്രോഡക്റ്റ് ആണ് ലക്ഷ്മി എന്ന് നമ്മൾ അറിയുന്നു. പക്ഷെ നമുക്ക് അത് കൃത്യമായിട്ട് പറയാറായിട്ടില്ല. എന്നാലും നമുക്ക് ഈ ആഴ്ച കൊണ്ട് അത് പറയാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ ലക്ഷ്മിയുടെ ആൺവിരോധം അത് കൃത്യമായിട്ട് ലക്ഷ്മി ഇപ്പൊ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്, ശരിക്കും കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ കിച്ചണിൽ കൊണ്ട് ആദ്യം ഇട്ടത് ശരിക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല. കിച്ചണിൽ ജോലി ചെയ്യാനൊക്കെ ഒരു മടിയുള്ള ഒരാളാണ് ഈ പറയുന്ന ലക്ഷ്മിക്ക്. അതുകൊണ്ട് തന്നെയാണ് ആദില അവിടെ കൊണ്ട് ഇട്ടതും. എനിക്കൊരു നല്ല മൂവായിട്ട് തോന്നിയത്. അത് പിടിച്ചിട്ടില്ല. അപ്പൊ അതിന്റെ ഒരു ദേഷ്യവും ചുരുക്കവും എല്ലാം തീർക്കുന്നത് ഈ പറയുന്നത് പോലെ അനീഷിനോട്, ഷാനവാസിനോട്, ഇപ്പൊ ആര്യനോട് ഒക്കെ തീർക്കുന്നുണ്ട്. ഈ ആര്യൻ ചെയ്തതിന് കൂടെ ഉള്ള കർമ്മയാണെന്ന് കൂടെ നമുക്ക് പറയേണ്ടി വരും. എന്ന് വെച്ചാൽ ജിസൈലിന്റെ കൂടെ ചേർന്നുകൊണ്ട് അനുമോളെ അതുപോലെ ഉപദ്രവിച്ചിട്ടുണ്ട്. ഇതിലും ഭയങ്കരമായിട്ട് ഉപദ്രവിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ നല്ലതുപോലെ ലക്ഷ്മിയുടെ കയ്യിൽ നിന്ന് കിട്ടുന്നുമുണ്ട്. എന്തായാലും ചതിക്കാൻ കുറച്ചു പേര്, കൂടെ നിൽക്കുന്നവരെ പോലും വിശ്വസിക്കരുത് എന്ന് നമ്മളെല്ലാം ഒരു പാഠം പഠിപ്പിക്കുന്ന രീതിയിൽ ഇന്ന് അക്ബറും നെവിനും ഒരു കാര്യം നമുക്ക് കാണിച്ചു തന്നു, നമ്മുടെ മുന്നിൽ തന്നെ കാണിച്ചു തന്നു. എത്ര സഹായിച്ചു എന്ന് പറഞ്ഞാലും ആ സഹായിക്കുന്നവരെ സമയമാവുമ്പോൾ തള്ളി പറയും എന്ന് നമ്മൾ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് ഇന്ന് അർത്ഥവത്തായി എന്ന് എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഇപ്പൊ ഞാൻ ഈ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളാരും ഇപ്പൊ കുറച്ച് പേര് വന്ന് പറയും ആര്യൻ എന്താ ഗെയിം കളിച്ചില്ലേ, അതുകൊണ്ടല്ലേ ആര്യന് കൊടുത്തതെന്നൊക്കെ. പക്ഷെ അതിൽ ഞാൻ അംഗീകരിക്കുന്നു, ആര്യൻ ഗെയിം കളിച്ചു, ആര്യൻ ബെറ്റർ ആയിരുന്നു. പക്ഷേ അതിന് ഈ കോയിൻ എല്ലാം കൊടുത്തതിന് ശേഷം നടന്ന കോൺവെർസേഷൻ അത് കണ്ടവർക്ക് ഇത് കൃത്യമായിട്ട് മനസ്സിലാവും ഞാൻ പറഞ്ഞത് എന്താണെന്നുള്ളത്. എന്തായാലും നെവിൻ ഒരു പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചിട്ട് മനസ്സിൽ വെച്ച് ശരിക്കും അനുമോളെ ഇനിയും മുന്നോട്ടുള്ള ദിവസങ്ങളിൽ ഉപദ്രവിക്കാൻ ചാൻസ് കൂടുതലാണ്. മനസ്സിൽ വൈരാഗ്യം വെച്ച് പെരുമാറുന്ന ഒരാളായിട്ട് അത് ഏത് സമയത്ത് എടുക്കണമെന്ന് നല്ല കൃത്യമായിട്ട് നെവിൻ അറിയാം. അങ്ങനെ ഒരു നെവിനെ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് മിക്കവാറും ഇനി അനുമോൾക്കെതിരെ ആയിരിക്കാം ഇനിയുള്ള കളികളൊക്കെ മുന്നോട്ട് വരുന്നത്. പക്ഷെ അനുമോളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയൊന്നും മനസ്സിൽ വെച്ച് അങ്ങനെയൊന്നും പെരുമാറുന്ന ഒരാളായിട്ട് എനിക്ക് ഇതുവരെയും തോന്നിയിട്ടില്ല. വരുന്നത് പറഞ്ഞു അവിടെ തീർത്തു എന്നുള്ളതാണ്. പക്ഷേ നെവിൻ ഓപ്പോസിറ്റ് ആണ്, അതിന് നേരെ ഓപ്പോസിറ്റ് ആണ്. എന്തായാലും അക്ബറിനെ കുറിച്ച് എനിക്ക് പ്രത്യേകം ഒന്നും പറയാനില്ല, നമ്മളെല്ലാം കണ്ടോണ്ടിരിക്കുന്നതാണ്. കുത്തിത്തിരിപ്പ് ഇത് ഒരാൾ മുന്നോട്ട് വരുന്ന ഒന്നും അക്ബറിന് ഇഷ്ടമല്ല. അക്ബറിന് അസൂയ, അക്ബറിന് ശരിക്കും അസൂയ ഉണ്ട്. എനിക്ക് ആണുങ്ങളിൽ ഇത്രയും അസൂയ ഉള്ള ഒരാളെ ഞാൻ കാണുന്നത് ഈ അക്ബറിലാണ് കേട്ടോ. ഇത് പല ടാസ്കുകൾ എടുത്ത് നോക്കിയാലും പല രീതികൾ എടുത്ത് നോക്കിയാലും നമുക്ക് മനസ്സിലാവും. എന്നുവെച്ചാൽ അക്ബറിന് എല്ലാം കിട്ടണം, കിട്ടിയില്ലെങ്കിൽ ആർക്കും കിട്ടരുത്, അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാക്കി വിടാൻ കുത്തിത്തിരിപ്പ്. ഇത് ലേഡീസിൽ ബിന്നിയാണ് കുത്തിത്തിരിപ്പെങ്കിൽ അക്ബർ, ആണുങ്ങളിൽ അക്ബറാണ് ഏറ്റവും വലിയ മെയിൻ കുത്തിത്തിരിപ്പ്. ഇത്രയൊക്കെ നടന്നുള്ളൂ. ഇനി എടുത്തു പറയത്തക്കതായിട്ട് വേറെ ഒന്നും പ്രത്യേകിച്ച് നടന്നില്ല. പിന്നെ മഴയൊക്കെ ആയിരുന്നു, ടാസ്ക് ഒക്കെ നിർത്തിവെച്ചു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഹൈപ്പ് എന്നൊരു ബട്ടൺ ഉണ്ട്, അതിൽ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക. എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.